സംസ്ഥാന സർക്കാർ ഭക്തജനങ്ങൾക്കെതിരായി ആചാര ലംഘനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നേരത്തെ നൽകിയിട്ടുണ്ട്. അത് പിൻവലിച്ച് ആചാര സംരക്ഷണത്തിന് അനുകൂലമായി ഭക്തജനങ്ങൾക്ക് അനുകൂലമായി പുതിയ സത്യവാങ്മൂലം കൊടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ചാവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് നാളെ ഫെബ്രുവരി 24-ാം തീയതി വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ അയ്യപ്പ ജ്യോതിയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര സംരക്ഷണത്തിനും ഭക്തന്മാർക്കും അനുകൂലമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകണം. മാത്രമല്ല, ആചാര സംരക്ഷണത്തിന് വേണ്ടി നാമസങ്കീർത്തന യാത്രകളിൽ പങ്കെടുത്ത ഭക്തന്മാരുടെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കണം. സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെയും അയ്യപ്പ വിരുദ്ധ നിലപാട് ജനങ്ങൾക്ക് തുറന്നു കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നാളെ ഫെബ്രുവരി 24-ാം തീയതി BJP അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും BJP പ്രവർത്തകന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ശബരിമല വിഷയത്തിൽ സദ്ബുദ്ധി തോന്നിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശബരിമലയുടെ കവാടമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ഫെബ്രുവരി 25-ാം തീയതി അയ്യപ്പ സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലും ആയിരക്കണക്കിന് BJP പ്രവർത്തകരും ഭക്തജനങ്ങളും പങ്കെടുക്കും. ഇന്നലെ MV ഗോവിന്ദൻ മാഷ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ശബരിമല തന്ത്രി പെരും കള്ളനാണെന്നാണ്. എന്നാൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, പെരും കള്ളൻ അല്ലെങ്കിൽ പെരും കള്ളന്മാർ CPM നേതാക്കന്മാരും മന്ത്രിമാരുമാണ്. ഈ കള്ളന്മാരെല്ലാം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷോടൊപ്പമാണുള്ളത് എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. പെരുങ്കള്ളന്മാരെ തന്നോടൊപ്പം ഇരുത്തിക്കൊണ്ടാണ് നിരപരാധിയായ തന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് പെരും കള്ളനാണെന്ന് പറയുന്നത്. ഒരു കാര്യം വ്യക്തമായി, തന്ത്രിയുടെ അറസ്റ്റ് അത് CPM-ന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം ബന്ധപ്പെട്ട കോടതി തന്ത്രിയുടെ പേരിൽ ആരോപിച്ച കുറ്റത്തിന് ആധാരമായി ഒരു തെളിവുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് MV ഗോവിന്ദൻ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിക്കുന്നത്? എന്നാൽ മന്ത്രിമാർക്കെതിരായിട്ട് CPM നേതാക്കന്മാർക്കെതിരായിട്ട് എല്ലാവിധ തെളിവുകളുണ്ട്. അപ്പൊ തന്റെ കൂടെയുള്ള പെരുങ്കള്ളന്മാരെ മറച്ചുവെക്കാനാണ് നിരപരാധിയെ എന്ന് കോടതി വിധിച്ചിട്ടുള്ള തന്ത്രിക്കെതിരായിട്ട് ഈ ദുരാരോപണം ഉന്നയിക്കാൻ MV ഗോവിന്ദൻ മാഷ് തയ്യാറാകുന്നത്. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതാണ്. തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇക്കാര്യത്തിൽ വിധി പറയേണ്ടത് കോടതിയാണ്. കോടതി പറഞ്ഞിരിക്കുന്നു നിരപരാധിയാണ്, തെളിവില്ല. അപ്പൊ അറസ്റ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. ഇത് മാർക്സിസ്റ്റ് കോടതിയാണോ, ആ വിധിയാണോ MV ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിക്കുന്നത്? ഇപ്പോൾ SIT-യുടെ അന്വേഷണം പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുന്നു. മന്ത്രിമാർക്കെതിരായിട്ടുള്ള അറസ്റ്റ്
പാടില്ലെന്ന് SITക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അയ്യപ്പ ജ്യോതി കൊളുത്തിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മറ്റൊരു മുദ്രാവാക്യം ശബരിമല സ്വർണ്ണക്കൊള്ളയില് CBI അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയില് CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു പൊതുധാരണയിലെത്തിയിട്ടുണ്ട്. അന്വേഷണം UDF കൺവീനർ അടൂർ പ്രകാശനിലേക്ക്, ആന്റോ ആന്റണിയിലേക്ക്, മാത്രമല്ല അത് സോണിയാഗാന്ധിയിലേക്കും എത്തുമോ എന്നുള്ള ഭയം, അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില രഹസ്യധാരണയുണ്ടാക്കി എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴേ ശബരിമല വിഷയത്തിൽ CBI അന്വേഷിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാക്കളും ഇപ്പം മൗനം പാലിക്കുകയാണ്. സത്യത്തിൽ BJP ആരോപിച്ചതുപോലെ CPM കോൺഗ്രസ് കുറുവ സംഘം ഇതൊക്കെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യസന്ധമാണ് എന്ന് ഇപ്പോ ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി, നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും മറ്റന്നാൾ 25-ാം തീയതി ചെങ്ങന്നൂരിലും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാ ബൂത്തുകളിലേക്കും ഈ പരിപാടി വ്യാപിപ്പിക്കാൻ പോകുകയാണ്. കേരളത്തിൽ 23,000-ൽ പരം ബൂത്തുകളില് അയ്യപ്പ ജ്യോതി കൊളുത്തുന്ന ഉൾപ്പെടെ വിവിധ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. അത് നടക്കാൻ വേണ്ടി പോകുകയാണ്.